എന്റെ മോളെ കല്യാണം ഉറപ്പിച്ചറിയ എനിക്ക് സമാധാനായപ്പ. ചെറിയ പെണ്ണല്ലേപ്പ, ഈനെല്ലാം ഞാൻ എടുത്ത് നടന്നതല്ലേ. ഓ രമേ, പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചല്ലേ? ആ, കല്യാണെല്ലാം റെഡി ആയപ്പ. ചെക്കൻ എന്നാണപ്പ പണി? ചെക്കന് പെയിന്റിംഗ് ആണ്. അല്ലപ്പ, ഇത്രയും പഠിക്കില്ല പെണ്ണിനെ നീ പെയിന്റാരനെ കൊണ്ടാ കെട്ടിച്ചു കൊടുക്കുന്നു? എല്ലാവരും എനിക്ക് കഥയും ബോധം ഇല്ലാണ്ടായാ. നിന്റെ ചെക്കൻ എന്നാന്ന് പണി? കണ്ണൂരിലെ വലിയ കമ്പനിയിലല്ലേ പണി. ഓൻ എത്ര ശമ്പളം കിട്ടുന്നുണ്ട് മാസത്തില്? ഓന് 10-15,000 ഉറുപ്പിക ഉണ്ടപ്പാ സാലറിയല്ലോ. ഇവന് ദിവസം 1000 ഉറുപ്പിക കൂലി കിട്ടുന്നുണ്ട്. പിന്നെ ചെലവെല്ലാം പണിക്കോയി എടുത്തുനിന്ന് കഴിഞ്ഞിട്ടും ചെയ്യും. അപ്പൊ മാസത്തിൽ കണക്കൂട്ടുമ്പോ എത്രയായി? 30,000 ഉറുപ്പിക ഉണ്ടാ. പിന്നെ പോരാണ്ട് സ്വന്തമായിട്ട് വീട് എടുത്തിട്ടുണ്ട്. പിന്നെന്താ വേണ്ടേ? നിന്റെ മോനെ ഞാൻ എടുത്തിന്. ഓൻ ഒറ്റക്ക് കയറി ഇരുന്ന് വാങ്ങി ഞാൻ കുണ്ടി വെക്കൂല വണ്ടിയാ. നീ പറഞ്ഞതെല്ലാം ശരി തന്നെയാണപ്പാ. 30,000 എല്ലാം കിട്ടുമായിരിക്കും. പണിയില്ലേരല്ലേ കിട്ടൂലു. പണിയില്ലാത്തരം വീട്ടില് വെറുതെ കുത്തിയിരിക്കണ്ടേ. ഇത് പിന്നെ എന്നാ പിന്നെ അതിന് പ്രൈവറ്റ് കമ്പനിയിൽ പണിയെടുത്താലും ലീവാക്കുന്നതിനനുസരിച്ചിട്ട് സാലറി കട്ട് എന്തായാലും ഉണ്ടാവില്ല. എന്നാ പിന്നെ ഞാൻ വരുന്നേ. എന്നാലും ഓള് പറഞ്ഞതിലും കാര്യമില്ലേ രമേ? ആര് പണി അങ്ങനെ വില കുറച്ചിട്ട് കാണാൻ പാടില്ല. ശൈലം, എല്ലാ പണിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. എല്ലാവരും പണിയെടുക്കുന്നത് എന്തിനാണ്? പൈസ ഉണ്ടാക്കാനല്ലേ. പിന്നെ അങ്ങനത്തെ വർത്താനം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞു. അല്ലപ്പ, ഞാൻ എൻ്റെ ചെക്കനോട് കമ്പനിയിലെ പണി മതിയാക്കിയിട്ട് പെയിന്റ് പണിക്കോ തേപ്പിൻ്റെ പണിക്കാരും പോകാൻ പറഞ്ഞാലോ.